രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ട ഒരു വർഷമായിരുന്നു 2013. രാഷ്ട്രീയ കേരളത്തിലെ UDFന് ഏറ്റവും വലിയ പേടി സ്വപ്നമായി നിന്നിരുന്ന ഒരു വർഷം. സോളാർ വിവാദം ഉയർന്ന 2013. ഇപ്പോൾ എന്താണ് സോളാർ വിവാദത്തിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇപ്പോഴും കേരളത്തിൽ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് സോളാർ വിഷയം തന്നെയാണ്. ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ മുഖ്യമന്ത്രിയെ ആരോപണ വിധേയനാക്കി, അന്വേഷണ വിധേയനാക്കി, അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയ ഒരു ചരിത്രമുണ്ട് രാഷ്ട്രീയ കേരളത്തിന്. മോശമല്ലാത്ത രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് 2012 അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി 2013 വലിയൊരു ആരോപണത്തിന് വിധേയനായി മാറുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട ദിനങ്ങളായിരുന്നു. കല്ലേറുകളും മുദ്രാവാക്യം വിളികളും കരിങ്കുടി പ്രതിഷേധങ്ങളും ഒക്കെ ആയിരുന്നു സെക്രട്ടേറിയറ്റിന് മുൻപിൽ. എന്നാൽ ആ സമരങ്ങളെക്കാളൊക്കെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വലിയ സമരമുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു സമരം. ഇപ്പോൾ ആ സമരത്തിന് പിന്നിലെ പിന്നാമ്പുറ ചർച്ചകൾ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ചെറിയാൻ ഫിലിപ്പ് എന്ന മുൻ മാധ്യമപ്രവർത്തകനും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗവുമായ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന സമരം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്തനായ VS അച്യുതാനന്ദൻ്റെ നിർബന്ധപ്രകാരമുണ്ടായ ഒരു സമരമായിരുന്നുവെന്നും പിന്നീട് ഇടതുപക്ഷത്തിന് അതൊരു തലവേദനയായി മാറിയെന്നും കോൺഗ്രസിനും ഇത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി തീർക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ഇരുകൂട്ടരെയും ബന്ധിപ്പിച്ചത് താനാണെന്നും ചർച്ചയ്ക്കൊടുവിൽ ഇടതുപക്ഷം തന്ത്രപരമായി ആ സമരം വേണ്ടാന്ന് വെക്കുകയായിരുന്നു എന്നുമുള്ള തരത്തിലേക്ക് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. AKG സെൻ്ററിലാണെങ്കിൽ ഈ സമരം പ്രായോഗികമല്ല, അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPMൻ്റെ നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു. ശ്രീ VS അച്യുതാനന്ദൻ്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് LDF യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത്. രണ്ട് മുന്നണികളും ഒരു പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു. അതായത് ആ സമരം നടന്നാൽ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുരുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പ്പും ലാത്തിച്ചാർജുമൊക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത്. എന്നാൽ AKG സെൻ്ററിൽ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും, ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി. ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പിനെതിരെ എത്തിയിരിക്കുകയാണ് മറ്റൊരു മാധ്യമപ്രവർത്തനായ G ശക്തിധരൻ. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് VS അച്യുതാനന്ദൻ ആയിരുന്നില്ല അത്തരത്തിൽ പിടിവാശികളൊക്കെ നടത്തിയിരുന്നത്, അതിൻ്റെയൊക്കെ പിറകിൽ പിണറായി വിജയനായിരുന്നുവെന്നും പിണറായി വിജയൻ്റെ ചാരനാണ് ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പുമെന്നും അദ്ദേഹം കൃത്യമായി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുകയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: മല പോലെ വന്ന സോളാർ വിവാദം എലി പോലെ പോയത് സ്വാഭാവികമാണ്. ഒത്തുകളി രാഷ്ട്രീയത്തിൻ്റെ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ എളുപ്പമല്ല. മുഖ്യമന്ത്രിയുടെ രാജികൊണ്ടേ സമരരംഗത്ത് നിന്ന് പിൻവാങ്ങൂ എന്ന നിശ്ചയദാർഢ്യമുള്ള പ്രഖ്യാപനത്തോടെ സ്വതന്ത്ര കേരളം കണ്ട ഏറ്റവും വലിയ മഹാസമരം എങ്ങനെയാണ് 2 ദിവസം കൊണ്ട് കണ്ണടച്ച് തുറക്കും മുമ്പ് അവസാനിപ്പിച്ചതെന്നത് ഇപ്പോഴും പ്രഹേളികയാണ്. മഹാജനക്കൂട്ടം സ്വയം പ്രഖ്യാപിച്ച് പിരിഞ്ഞതല്ലോ, രഹസ്യ കേന്ദ്രങ്ങളിൽ നിഗൂഢമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പായിരുന്നു അതെന്നതിൽ തർക്കമുണ്ടായില്ല. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചതായിരുന്നില്ല അത്. തലസ്ഥാന നഗരം 1.5 ദിവസം ശ്വാസം വിടാനാകാതെ ഞെരിവിരി കൊണ്ട അത്യുഗ്രൻ സമരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവസാനിച്ചത് എങ്ങനെയെന്ന് ഏതെങ്കിലും മാധ്യമം ചിന്തിച്ചിട്ടുണ്ടോ? അപ്രിയ സത്യങ്ങൾ ആർക്കും ഇഷ്ടമല്ലല്ലോ. അടിയന്തരാവസ്ഥയിലെ ക്രൂരതകൾ പിൽക്കാലത്ത് പുറത്തു വന്നതുപോലെ ഇവിടെയും ഒരു നാൾ സത്യം മറന്നീക്കപ്പെടാം. ഈ ഉപരോധത്തിന് മുമ്പും പിൻപും എന്ന കാലഗണന വെച്ച് ഏതെങ്കിലും ഭീഷണശാലയായ മാധ്യമപ്രവർത്തകനോ മാധ്യമപ്രവർത്തകയോ ആഭ്യന്തര വകുപ്പിൽ ചില ഫയലുകൾ പരതിയാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ ആ സത്യം. അതിനുള്ള ആർജവം ഉണ്ടാകണമെന്ന് മാത്രം. ഉമ്മൻചാണ്ടി സ്ഥാനമൊഴിയും വരെ ഒച്ചിടയും വേഗത്തിൽ നീങ്ങിയ ആ ഫയലുകൾ എന്തുകൊണ്ട് മന്ത്രിസഭാ മാറ്റത്തോടെ ശീഘ്രവേഗത്തിൽ പരിശോധനയ്ക്ക് വിളിക്കപ്പെട്ടു? അത് വേണ്ടുവോളം സൂചന നൽകുന്നുണ്ട്. എന്തായാലും പുലരാത്ത ഒരു രാവുമില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് എനിക്ക് എഴുതാനുള്ളത്. സെക്രട്ടേറിയറ്റ് വളഞ്ഞുവെച്ച ചരിത്രം സൃഷ്ടിച്ച സമരം നടത്തേണ്ടി വന്നത് VS അച്യുതാനന്ദൻ്റെ പിടിവാശി കാരണമാണെന്ന് ചെറിയാൻ ഫിലിപ്പ് ചാനലിൽ ആക്രോശിക്കുമ്പോൾ
റാസ്പുട്ടിന്റെ പ്രലോഭനത്തിന് വഴങ്ങിയുള്ള ഒപ്പാർ വിളിയാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ചെറിയാൻ ഫിലിപ്പ് എന്താ CPM പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു? ഇങ്ങനെയൊരു പിടിവാശിയെക്കുറിച്ച് ഏതെങ്കിലും ഒരു നേതാവ് കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ? എവിടെ നിന്ന് ഇയാൾക്ക് ഈ വിവരം കിട്ടി? VSനെ പോലെ രാഷ്ട്രീയത്തിന് അതീതമായി കേരളം ആദരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് ഇയാളെപ്പോലെ തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ ഭിക്ഷാന്തേഹി എന്തും വിളിച്ചു പറയും. പിണറായി വിജയന്റെ ഇന്ദിരാഭവനിലെ ഏജന്റാണോ ഇയാൾ? ഇങ്ങനെ ഒരു പഴി VSന്റെ മേൽ കെട്ടിവെക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് എന്താ നേട്ടം? മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള വിടുവേലയാണെങ്കിൽ ഈ മാലിന്യത്തെ അറബിക്കടലിൽ കൊണ്ട് കളയേണ്ടി സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ നീളുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കടുത്ത ഭാഷയിൽ തന്നെയാണ് ചെറിയാൻ ഫിലിപ്പിനെ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിരിക്കുന്നത്. ചോദ്യങ്ങൾ ഓരോന്നും ഉയർത്തുമ്പോൾ അതെല്ലാം പിണറായി വിജയനും ഒപ്പം പിണറായി വിജയന്റെ ഏജന്റ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ചെറിയാൻ ഫിലിപ്പിനുമെതിരെ ഉയരുന്ന കൂർത്ത മുള്ളുകൾ തന്നെയാണ്. ഇനി ഇതിന് ഉത്തരം പറയേണ്ടത് ചെറിയാൻ ഫിലിപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അതിലൂടെ പുറത്തു വരേണ്ടത് രാഷ്ട്രീയ കേരളത്തെ കബളിപ്പിച്ച, രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം നിന്ന പ്രവർത്തകരെ കബളിപ്പിച്ച ഒരു വലിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ചുരുളുകളാണ്.